ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എല്ലാവർക്കും തുല്യനീതിയാണോ? അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം. അതെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ഞാൻ വരുന്നത് സഞ്ജുവിൻ്റെ ആ ഒരു T20 ടീമിൽ നിന്നുള്ളൊരു എന്താ പറയുന്ന ഒരു ഒമിഷനെ പറ്റിയുള്ള ആ ഒരു അഭിപ്രായത്തെ പറ്റി പറയാനാണ്. അപ്പം നമുക്കറിയാം, ഇന്നലെ നടന്ന ഇംഗ്ലണ്ടിനെതിരെയുള്ള T20 ഇന്ത്യൻ ഓപ്പണറായ വേൾഡ് കപ്പ് ഇന്ത്യക്ക് നേടാനായിട്ട് അതിനിർണായകമായ കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഒരു പ്ലെയറെ ഒഴിവാക്കിക്കൊണ്ട് പ്ലേയിങ് 11 പ്രഖ്യാപിക്കുന്നു. ഓക്കെ, അതിന് പകരം വന്നത് എന്താ പറയുന്നത്, എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരുന്ന വൈഭവിൻ്റെ അരങ്ങേറ്റം തന്നെയായിരുന്നു. പക്ഷേ സംഭവം അതൊന്നുമല്ല. വൈഭവിന് അരങ്ങേറാനുള്ള ചാൻസ് വേണമായിരുന്നു, അതിൽ യാതൊരു തർക്കമില്ല. കാരണം പുള്ളിയുടെ ആ ഒരു IPL പ്രകടനം അത് അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ സഞ്ജുവിനെ പറ്റി പറയുവാണെങ്കിൽ, ഓക്കെ, വേൾഡ് കപ്പിൻ്റെ ഫോമിൻ്റെ 7 അയലത്തായിരുന്നില്ല സഞ്ജുവിൻ്റെ തിരിച്ചു വന്നിട്ടുള്ള ഇന്ത്യയുടെ T20 ഇന്റർനാഷണൽ ലെവലിലുള്ള ബാക്കിയുള്ള കളികൾ വന്നിരുന്നത്. അതായത് അയർലൻഡിനെതിരെ സിംഗിൾ ഡിജിറ്റ് സ്കോറും ഡക്കും, വീണ്ടും മഴ കൊണ്ടുപോയ ഇംഗ്ലണ്ടിനെതിരെ സിംഗിൾ ഡിജിറ്റ് സ്കോർ. ഒബ്വിയസ്ലി അപ്പം ആരാണെങ്കിലും മനസ്സിലാക്കും ആ ഒരു പ്ലെയർ എന്താ പറയുന്നത്, ഔട്ട് ഓഫ് ഫോം അല്ലെങ്കിൽ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ കൂടെ പോകുന്ന ഒരു സമയമാണ് എന്നുള്ളത്. അപ്പം ഇന്ത്യൻ ടീമിൽ എത്ര പ്ലെയേഴ്സ് ഈ ഒരു ഫേസിൽ കൂടെ പോയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം. ഒത്തിരി പ്ലെയേഴ്സിന് കണ്ടിന്യൂസ് ആയിട്ട് ബാക്കിങ് കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം വൈസ് ക്യാപ്റ്റനായിട്ടുള്ള തിലക് വർമ്മ എന്നൊരു പ്ലെയർ, പുള്ളി കളിച്ചിട്ടുള്ളതൊക്കെ ഒരു വളരെ സ്ലോ ആയിട്ടുള്ള, ടീമിന് ഒരു ഇമ്പാക്റ്റും കൊടുക്കാത്തുള്ള കുറച്ച് ഇന്നിങ്സാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇന്നലത്തെ കളി മാത്രമാണ് ഒരു ക്വിക്ക് ഫയർ ആയിട്ടുള്ള റണ്ണ് വേൾഡ് കപ്പിന് ശേഷം നമ്മൾ കണ്ടത്. അപ്പം പുള്ളിയുടെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത്, ആദ്യം തന്നെ കുറേ ബോളുകൾ ഫേസ് ചെയ്ത് ഒന്ന് സ്റ്റാൻഡിങ് ചെയ്തിട്ടേ അവർ അറ്റാക്കിലേക്ക് ആവുള്ളൂ. പക്ഷേ ഇവിടെയാണ് നമ്മുടെ സഞ്ജു വ്യത്യസ്തനാകുന്നത്. അതായത് സഞ്ജു എന്നൊക്കെ ഇന്ത്യൻ ടീമിൽ സെലക്ട് ആയിട്ടുണ്ടോ അന്നൊക്കെ പുള്ളിയുടെ മുകളിൽ, തലയ്ക്ക് മുകളിൽ എപ്പോഴും ഒരു വാളുണ്ടായിരുന്നു. അതായത് മാക്സിമം ഒരു കളി അല്ലെങ്കിൽ 2 കളി ഫെയിൽ ആയി കഴിഞ്ഞാൽ മൂന്നാമത്തെ കളി പുള്ളിക്ക് കളിക്കൂ എന്നുള്ളതിൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു സ്പോട്ട്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സഞ്ജുവിന് മാത്രം ബാധകമാകുന്നത്? അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ തിലക് വർമ്മ, പിന്നെ ഒരിട സമയത്ത് നമ്മുടെ എല്ലാ സൂപ്പർ സ്റ്റാറായ കോഹ്ലി, രോഹിത് ശർമ്മ, ഇവർക്കൊക്കെ ഈ ഒരു ഫേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ബാഡ് ഫേസിലൊക്കെ ഇന്ത്യൻ ടീം കൂടെ നിന്ന് ബാക്ക് ടു ബാക്ക് ചാൻസസ് കൊടുത്ത് എനിക്കൊന്ന് മാക്സിമം 4-5 അല്ലെങ്കിൽ 6 ഇന്നിങ്സിന് ശേഷം നല്ലൊരു ഇന്നിങ്സ് കളിച്ച് തിരിച്ചു വന്നിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ വേൾഡ് കപ്പിന് മുന്നേ ഉണ്ടായിരുന്ന അഭിഷേക് ശർമ്മയുടെ ഇന്നിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ കാണാം. പുള്ളി എത്ര വട്ടം ഡക്കിന് ഔട്ട് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര വട്ടം സിംഗിൾ ഡിജിറ്റ് സ്കോറിന് ഔട്ട് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് IPL കഴിഞ്ഞ് വന്നാണ് പുള്ളി ഈ ഫോമിലേക്ക് മടങ്ങി വന്നത്. അപ്പം എന്തുകൊണ്ടാണ് സഞ്ജുവിന് മാത്രം വേറൊരു നീതി? ഇതാണ് ഇവിടുത്തെ ഒരു ചോദ്യം വരുന്നത്. അപ്പം ഓക്കെയാണ്, സഞ്ജു നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല, കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സിനെയും കൺസിസ്റ്റൻസിയോട് കൊണ്ട് മാത്രമാണ് പിടിച്ചെടുക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ തെറ്റായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത്. അപ്പം ഇന്നലെ ഒരു 40+ റൺ എടുക്കുന്നതിന് മുന്നേ ഇഷാൻ കിഷൻ അടുപ്പിച്ചൊരു 3 ഇന്നിങ്സ് കിട്ടി. പുള്ളി മാക്സിമം 12-13 അങ്ങനെ പറയുന്നതിന് മുന്നേ പുള്ളിയുടെ ഒരു ഹൈ സ്കോർ വന്നത്. എന്നിട്ടും പുള്ളിക്ക് ഇന്നലത്തെ 11 ചാൻസ് കിട്ടി. അപ്പോൾ പുള്ളി വേൾഡ് നമ്പർ 1 T20 ബാറ്റർ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുള്ളി വീണ്ടും 11 കൊണ്ടുവന്നത്. അപ്പം സഞ്ജു കൊടുത്ത കോൺട്രിബ്യൂഷൻ അതുപോലെ തന്നെയല്ലേ? പുള്ളിക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു സീരീസ് ബാക്ക് ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതായത് അവർക്ക് വേണമെങ്കിൽ വൈഭവിനെ കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സഞ്ജുവിനെ വീണ്ടും ഈ ന്യൂ ബോളിലേക്ക് അല്ലെങ്കിൽ സ്വിങ്ങിലേക്ക് എക്സ്പോസ് ആകാണ്ട് ഒരാൾക്ക് ഫോമിലേക്ക് വരാൻ കുറച്ചുകൂടെ സമയം കൊടുക്കുന്ന രീതിയിൽ സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷൻ ചേഞ്ച് ചെയ്യായിരുന്നു. അതായത് 1 ഡൗണിലേക്ക് അക്കോമഡേറ്റ് ചെയ്തിട്ട് വൈഭവിന് അരങ്ങേറ്റത്തിനായിട്ടുള്ള ചാൻസ് കൊടുക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ പല രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇന്ത്യൻ ടീമിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും സഞ്ജുവിന് മാത്രമാണ് ഈ ഒരു പ്രത്യേകത നമ്മൾ കണ്ടിട്ടുള്ളത്. സഞ്ജുവിന്റെ കരിയർ തുടങ്ങിയപ്പോൾ മുതൽ ഒരു ഏകദേശം ഒരു എത്ര കളികൾ, എനിക്ക് തോന്നുന്നു 2-3 കളികൾ അടുപ്പിച്ച് കളിച്ചിട്ട് പുള്ളിക്ക് ഡക്കിന് ഔട്ട് ആകാനോ അല്ലെങ്കിൽ സിംഗിൾ ഡിജിറ്റ് സ്കോറിൽ പോകുമ്പോഴത്തേന് പുള്ളിയെ പുറത്താക്കണമെന്നുള്ള മറുപടി, അതായത് ഫ്രം ദി മാനേജ്മെന്റ് സൈഡ്, ഓൾസോ ഫ്രം ദി ഫാൻസ്, ഇത് ഇത്രയും ഫേസ് ചെയ്ത ഒരു പ്ലെയർ ഈ ഒരു സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്ലെയർ ഈ സമീപകാലത്ത് ഉണ്ടായിട്ടില്ല, ഇത്ര ഒരു ക്രിറ്റിസിസം ഏറ്റുവാങ്ങിയിട്ട്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, ബീങ് സഞ്ജു സാംസൺ ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. പുള്ളി നടന്നു വന്ന വഴികൾ അതുപോലെയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് പുള്ളി വീണ്ടും തിരിച്ചു വരും. പുള്ളിക്ക് ഒരു ചാൻസ് കൂടെ കിട്ടിക്കഴിയുമ്പം പുള്ളിയുടെ ആ ഒരു പഴയ കാലിബറിലേക്ക് തിരിച്ചു വരുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.